ഹായ് तो कैसे हैं आप लोग गाइस? അപ്പോ ഇന്ന് ഞാൻ നല്ലൊരു വീഡിയോ കണ്ടായിരുന്നു. നല്ലൊരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ഒരു വീഡിയോ. അപ്പോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കമോൺ ബാ. ചേട്ടന് ഇപ്പൊ എത്ര കടണ്ട്? ആ കടം തീർക്കാനുള്ള ഒരു എമൗണ്ട് ഞാൻ തരട്ടെ. ഓ മൈ ഗോഡ്, ഒരു സ്ട്രേഞ്ചറിന്റെ കടം ഒന്ന് ആലോചിച്ച് നോക്കേ. നമുക്ക് അന്തസ്സായിട്ട് നമുക്ക് അഭിമാനത്തോട് കൂടി വിളിക്കാം. വുമൺ റെസ്പെക്ട് മാത്രം. സിംഗപ്പെണ്ണേ. ഓക്കെ, നോക്കട്ടെ എങ്ങനെയാണ് കടം തീർക്കുന്നതെന്ന്. ഓക്കെ അല്ലേ? ഞാനൊരു 30 സെക്കൻഡ് സമയം തരാം. എന്നെ എത്ര വേണമെങ്കിലും എണ്ണ. 30 സെക്കൻഡിൽ എത്ര വേണമെങ്കിലും എണ്ണാവും? 30 നമ്മൾ 1 2 3 4 5 6 30 വരെ എണ്ണുമ്പോ തന്നെ 30 ആവൂലേ? ചിലപ്പോ 1 2 3 4 5 6 7 8 അതായിരിക്കും. ചിലപ്പോ 30 വരെ എണ്ണുമ്പോ ചിലപ്പോ 30 ലക്ഷം ആയിരിക്കും. ഓ ചേട്ടനൊരു ലക്ക്. എന്റെ അടുത്തൊന്നും കാര്യം വരുന്നില്ലല്ലോ കടം തീർക്കാൻ. ആ എണ്ണുന്ന ആ അക്കം ഞാൻ ക്യാഷ് ആയിട്ട് തരാൻ പോവാണ്. ഓക്കെ അല്ലേ? പക്ഷെ 2 പേജ് ഫോളോ ചെയ്യണം. കടം തീർക്കാനാണെങ്കിൽ 2 പേജല്ല, ഞാൻ 20 അല്ലെങ്കിൽ 200 പേജ് ആണെങ്കിൽ ഞാൻ ഫോളോ ചെയ്യും. കാരണം ഉബൈദിന് ഒരു വെല്ലുവിളിയായിട്ടാണ് നമ്മുടെ ഈ ഒരു സഹോദരി വന്നേക്കുന്നത്. എത്ര വേണമെങ്കിലും ഞാൻ ഫോളോ ചെയ്യാം, എത്ര വേണമെങ്കിലും. ഈ 2 പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ എണ്ണി കിട്ടുന്ന ആ എമൗണ്ട് ഇരട്ടിയായിരിക്കും കിട്ടാൻ പോകുന്നത്. 2 ചെയ്താ ഇരട്ടി. എന്റെ കർത്താവേ, ഈശോ വിഷയ 30 ആണെങ്കിൽ ഇപ്പൊ 60 ലക്ഷം. ഇനി അതല്ല, 2 ഫോളോ ചെയ്ത് 5 വീഡിയോസ് ലൈക്കും കമന്റും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ 10 ഇരട്ടിക്ക് കിട്ടാം. 10 ഇരട്ടി എന്നൊക്കെ പറയുമ്പോ എത്ര രൂപ? ഓ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 76 ലക്ഷം ഇരിക്കും. അപ്പൊ ലോട്ടറി എടുത്തതിന് തുല്യം. അതിന്റെ ഡബിൾ എമൗണ്ട് ആണ് കിട്ടാൻ പോകുന്നത്. 76 ഡബിൾ എന്ന് പറയുമ്പോ 76. നമുക്ക് അത്ര വലിയ ബന്ധങ്ങളിലോട്ടൊന്നും പോട്ടെ. എന്തായാലും 76 ഡബിൾ എന്തായാലും വലിയൊരു എമൗണ്ട് ആണ്. ഇത് എങ്ങനെ, ക്യാഷ് കയ്യിലാണോ അതോ അക്കൗണ്ടിലാണോ? അപ്പം 152 ആണ് ചേട്ടന് കിട്ടാൻ പോകുന്ന എമൗണ്ട്. അല്ല, 200 രൂപ ഞങ്ങൾ തരാൻ പോവാണ്. ചേട്ടൻ കടവും തീർത്ത്, ചേട്ടൻ പുതിയ വീടും വെച്ച്, ചേട്ടൻ പുതിയ കാറും വാങ്ങിച്ച്, പുതിയ ബിസിനസ്സും ചെയ്ത്, ബാക്കി പൈസ കൊണ്ട് ബാങ്കിലും ഇട്ട്, പിന്നെ കുറെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റും ചെയ്ത് ചേട്ടൻ നിൽക്കും കേട്ടോ. ഇത് ഈ ഒരു പൈസ ഉണ്ട്. കാരണം 200 രൂപ ചെറുതല്ല, വലുതാണ്. എന്നാലും കടം തീർത്ത് തരട്ടെ എന്ന് ചോദിക്കണ്ടായിരുന്നു. പാവം പുള്ളിക്കാരൻ ഒരുപാടൊക്കെ എക്സ്പെക്ട് ചെയ്ത് കാണുമായിരിക്കും. ചിലപ്പോൾ ഇത് സ്ക്രിപ്റ്റഡ് ആയിരിക്കും. ആവോ, എന്നാലും പോട്ടെ, കുഴപ്പമില്ല.